Dear students, as part of our money market equilibrium, in the previous class we have derived our LM curve. Now we have to understand the different factors that cause a shift in LM curve. Okay, so this is the LM curve. This LM curve can shift upwards or downwards due to certain factors. So here we have to look upon what are the different factors that cause a shift in LM curve, either upwards or downwards. Okay, so the first factor that causes a shift in LM curve, it is domestic money supply. Okay, so an increase in domestic money supply will shift LM curve downwards to right. That is downward, right side. So, money supply, domestic money supply increase ചെയ്താൽ നമ്മളുടെ LM curve right ലോട്ട് shift ചെയ്യും അല്ലെങ്കിൽ downward ആയിട്ടുള്ള shift കാണിക്കും. This is because an increase in money supply leads to reduction in interest rate. Reduction in interest rate leads to increase in demand for money. And thereby our LM, increase in demand for money means increase in income. Then our LM curve will be shifted downwards. So domestic money supply in വ്യത്യാസം വരുന്നതനുസരിച്ച് നമ്മളുടെ LM curve shift ചെയ്യും. Domestic money supply increase ചെയ്താൽ, supply of money increase ചെയ്താൽ interest rate കുറയും. Interest rate കുറഞ്ഞാൽ കൂടുതൽ പണം, demand for money increase ചെയ്യും. Demand for money increase ചെയ്യുന്ന എപ്പോഴാണ്? ഇൻകം ലെവൽ increase ചെയ്യുമ്പോൾ. അപ്പോൾ ഇൻകം ലെവൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ LM കർവ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആയിരിക്കും കാണിക്കുന്നത്. ഓപ്പോസിറ്റ് കേസ്, ദാറ്റ് ഈസ് വിത്ത് എ ഡിക്രീസ് ഇൻ മണി സപ്ലൈ അവർ LM കർവ് ഷിഫ്റ്റ് ടു ലെഫ്റ്റ് വേർഡ്സ് ഓർ അപ്വേർഡ്സ്. ഓക്കെ, ദെൻ സെക്കൻഡ് ഫാക്ടർ, ഷിഫ്റ്റ് ഇൻ മണി ഡിമാൻഡ് ഫംഗ്ഷൻ. മണി ഡിമാൻഡ് ഫംഗ്ഷനിൽ വരുന്ന മാറ്റം അനുസരിച്ച് നമ്മളുടെ LM കർവും മാറും. എ ഷിഫ്റ്റ് ഇൻ മണി ഡിമാൻഡ് ഡിക്രീസ് ദ ഡിമാൻഡ് ഫോർ മണി. ഓക്കെ, എ ഷിഫ്റ്റ് ഇൻ മണി ഡിമാൻഡ് ഫംഗ്ഷൻ ദ ഡിക്രീസ് ദ ഡിമാൻഡ് ഫോർ മണി. അതായത് നമ്മളുടെ മണി ഡിമാൻഡ് ഫംഗ്ഷന് അല്ലെങ്കിൽ നമ്മുടെ ഡിമാൻഡ് ഫോർ മണിയെ ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ, നമ്മുടെ മണി ഡിമാൻഡ് ഫംഗ്ഷൻ ഷിഫ്റ്റ് ചെയ്യും. ആൻഡ് ദിസ് വിൽ ലീഡ് ടു rightward shift in LM curve. This is the LM curve. ഇനി മണി ഡിമാൻഡ് ഫംഗ്ഷൻ ഷിഫ്റ്റ് ചെയ്തു. ആൻഡ് ആസ് പാർട്ട് ഓഫ് ഷിഫ്റ്റ് ഇൻ മണി ഡിമാൻഡ് ഫംഗ്ഷൻ നമ്മളുടെ ഡിമാൻഡ് ഫോർ മണി ഡിക്രീസ് ചെയ്തു അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് ഇൻകം. അപ്പം ഇൻകം ലെവലുണ്ട്, ആ ഒരു ഗിവൺ ലെവൽ ഓഫ് ഇൻകം കുറഞ്ഞ ഇൻകം ലെവലായിരിക്കും, അപ്പോൾ ഡിമാൻഡ് ഫോർ മണിയും കുറഞ്ഞു. ആൻഡ് ഓൾസോ ഇൻട്രസ്റ്റ് റേറ്റും ഷിഫ്റ്റ് ചെയ്തു. ദിസ് ലീഡ്സ് ടു ആൻ rightward shift in LM curve. So a shift in money demand function that decreases the demand for money at a given level of income and interest rate. ഒരു given level of income interest rate ഉണ്ട്. ആ ഒരു given level, നമ്മുടെ LM curve എന്ന് പറയുന്നത് തന്നെ ഇൻകവും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ ഒരു given income and interest റേറ്റിൽ നമ്മളുടെ ഡിമാൻഡ് ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്താൽ LM curve ഡൗൺവേർഡ് അല്ലെങ്കിൽ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. തിരിച്ച് ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ മണി ഡിമാൻഡ് ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്താൽ ഇങ്ങോട്ടാണ് ലെഫ്റ്റ് അല്ലെങ്കിൽ അപ്വേർഡ് സ്ലോപ്പ് അവിടെ ഷിഫ്റ്റ് വരും. സോ ദിസ് ഇസ് ദ സെക്കൻഡ് ഫാക്ടർ. തേർഡ് ഫാക്ടർ ഇസ് ഡിപ്രീസിയേഷൻ ഓർ ഡിവാലുവേഷൻ. So depreciation or devaluation also leads to a shift in LM curve. Now depreciation leads to increase in demand for money and this result in shift in LM curve to left or upward. അതായത് ഡിപ്രീസിയേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഡിമാൻഡ് ഫോർ മണി, വാല്യൂ ഓഫ് മണി, ഡിപ്രീസിയേഷൻ ഡിവാലുവേഷൻ എന്നതാണ് വാല്യൂ ഓഫ് മണി ഡിക്രീസ് ചെയ്യുവാണ്.
അപ്പോൾ നമ്മുടെ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യും. ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യുന്ന എപ്പോഴാണ്? ഹയർ ലെവൽ ഓഫ് ഇൻകത്തിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ LM കർവ് ലെഫ്റ്റിലോട്ട് അല്ലെങ്കിൽ അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. സോ ഡിപ്രീസിയേഷൻ ലീഡ്സ് ടു റൈസ് ഇൻ പ്രൈസ്. അപ്പം നമുക്കറിയാം ഡിപ്രീസിയേഷൻ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇമ്പോർട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇമ്പോർട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ ഡിമാൻഡ് ഫോർ മണി നിർബന്ധമായിട്ടും ഇൻക്രീസ് ചെയ്യണം, എന്നാലേ നമുക്ക് ഇമ്പോർട്ട് പ്രൈസ് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളുടെ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി റെഡ്യൂസ് ചെയ്യണം അറ്റ് എ ലോവർ ലെവൽ ഓഫ് ഇൻകം ആൻഡ് ദാറ്റ് ലീഡ്സ് ടു ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ്. അപ്പോൾ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി റെഡ്യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇമ്പോർട്ട് പ്രൈസ് അല്ലെങ്കിൽ ഹയർ ഡിമാൻഡ് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ദാറ്റ് ഇസ് വൈ ആസ് പാർട്ട് ഓഫ് ഡിപ്രീസിയേഷൻ അവർ LM കർവ് ഷിഫ്റ്റ് ടു ലെഫ്റ്റ്വേർഡ്സ്. തിരിച്ച് അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് അപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ്റെ തിരിച്ചുള്ളൊരു സിറ്റുവേഷൻ, അപ്രീസിയേഷൻ ഓർ റീവാലുവേഷൻ, where there is an increase in the value of money. So this appreciation leads to decrease in demand for money, causing a shift in LM curve to right. അപ്പോൾ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വാല്യൂ ഓഫ് മണി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിമാൻഡ് ഫോർ മണി കുറയും, അതനുസരിച്ച് നമ്മുടെ LM കർവ് റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. സോ അപ്രീസിയേഷൻ ലീഡ്സ് ടു fall in import price. അപ്രീസിയേഷൻ വാല്യൂ ഓഫ് മണി കൂടിക്കഴിഞ്ഞാൽ ഇമ്പോർട്ട് പ്രൈസ് കുറയും. ഇമ്പോർട്ട് പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിമാൻഡ് ഫോർ മണി ഡിക്രീസ് ചെയ്യും. ഡിമാൻഡ് ഫോർ മണി ഡിക്രീസ് ചെയ്താൽ എന്താണ്? നമ്മൾ ഇൻകം ലെവൽ കുറയും, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും അറ്റ് ഹയർ ലെവൽ ഓഫ് ഇൻകം ആൻഡ് ദാറ്റ് വിൽ ലീഡ് ടു റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഇൻ LM കർവ്. അപ്പോൾ അപ്രീസിയേഷൻ വന്നാൽ രൂപയുടെ മൂല്യം കൂടും, ഇമ്പോർട്ട് പ്രൈസ് കുറയും, കൂടുതൽ പണം എന്തിനു വേണ്ടിയിട്ട്? ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യും, നമ്മളുടെ LM കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഡിപ്രീസിയേഷൻ ആണെങ്കിൽ നമ്മളുടെ വാല്യൂ ഓഫ് മണി കുറയും, ഡിമാൻഡ് ഫോർ മണി കൂടും. കാരണം ഇമ്പോർട്ടിൻ്റെ പ്രൈസ് കൂടി. ഇമ്പോർട്ട് പ്രൈസ് കൂടുമ്പോൾ നമുക്ക് കൂടുതൽ പണം ഉണ്ടെങ്കിൽ ഇമ്പോർട്ട് എന്താണ് പറയുന്നത്, ഇമ്പോർട്ടിന് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇമ്പോർട്ട് പ്രൈസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻകം ലെവൽ ഇൻക്രീസ് ചെയ്യുവാണ്, ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യുവാണ് അറ്റ് എ ഹയർ ലെവൽ ഓഫ് ഇൻകം. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഹോൾഡിങ് കുറയ്ക്കും, ബിക്കോസ് ദർ ഇസ് high demand for money, and thereby our LM curve will be shifted leftwards. So these four factors are the major determinants which determine the shift in LM curve. So first factor is domestic money supply, second factor is money demand function, shift in money demand function, third factor is depreciation, and fourth factor is appreciation. അപ്പോൾ ഇതെല്ലാം സപ്ലൈ ഓഫ് മണി അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ മണിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഫാക്ടേഴ്സാണ്. ഈ 4 ഫാക്ടേഴ്സിലും വരുന്ന വ്യത്യാസം അനുസരിച്ച് നമ്മളുടെ LM കർവിൽ ഷിഫ്റ്റ് ഉണ്ടാകും. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് മണി മാർക്കറ്റ് ഇക്വിലിബ്രിയം. താങ്ക് യു.